നമ്മൾ PHPയുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഓൺലൈൻ സെഷൻ നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ കൂടി തരികയാണ്. ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ സെഷൻ നമുക്ക് വേണ്ട ടൂളുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊരു ക്ലാസ് കണ്ടന്റ് അല്ല. അതിനകത്ത് നമുക്ക് PHPയുടെ കോഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂളുകൾ എന്തൊക്കെയാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇത് താല്പര്യമില്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന PHP റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂള് സാമ്പാണ്. നിങ്ങൾക്ക് സാമ്പ് ഡൗൺലോഡ് എന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പാഷെ ഫ്രണ്ട്സിൻ്റെ ആദ്യത്തെ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് തന്നെ ഈ സാമ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഷൻ സെലക്ട് ചെയ്യാം. എൻ്റെ 64 ബിറ്റ് സിസ്റ്റമാണ്, OS ആണ്. അതുകൊണ്ട് ഞാൻ ഈ ലാസ്റ്റ് ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇത് ഡൗൺലോഡ് ചെയ്യപ്പെടാൻ അല്പം താമസമുണ്ട്. ഇൻ കേസ് അത് ഡൗൺലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലിക്ക് ഹിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എനിക്കിവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഏറെക്കുറെ 150 MB ഡൗൺലോഡ് ചെയ്യും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന സാമ്പാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണേൽ വാമ്പ് യൂസ് ചെയ്യാം, ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് ലാമ്പ് യൂസ് ചെയ്യാം. ഒരുപാട് ടൂളുകളുണ്ട്. പാരലലി ഞാനിവിടെ കോഡ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IDE കൂടി എടുക്കുകയാണ്. ഞാനിവിടെ എടുക്കുന്നത് നോട്ട്പാഡ് ++ എന്ന് പറയുന്ന ഒരു ടൂളാണ്. നിങ്ങൾക്കിത് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സാധാരണ നോട്ട്പാഡ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനൊപ്പം തന്നെ വിഷ്വൽ സ്റ്റുഡിയോ പോലുള്ള വേറെ ടൂളുകളുണ്ട്, അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു ചോയ്സ് നോട്ട്പാഡ് ++ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഫസ്റ്റ് ഓപ്ഷൻ നോട്ട്പാഡ് ++ ഡൗൺലോഡ് എന്നുള്ളതിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈ കാണുന്ന ഓപ്ഷൻ നോട്ട്പാഡ് -+-+.org എന്നുള്ള സൈറ്റിൽ ഡൗൺലോഡ് എന്നുള്ള സെക്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അത്തരത്തിൽ ഈ നോട്ട്പാഡ് ++ കൂടി ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഈ ഇൻസ്റ്റാളർ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഞാനത് ഡൗൺലോഡ് ചെയ്യാം. വളരെ ചെറിയ സൈസേ ഉള്ളൂ, 4.6 MB ഇതുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഈ നോട്ട്പാഡ് ++ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡിൽ പോയിട്ട് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷനിൽ യെസ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട് ചൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ലൈസൻസ് അഗ്രിമെൻറ്റിൽ അഗ്രി കൊടുക്കുന്നു. നെക്സ്റ്റ് പോകും. ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ കോൺഫിഗർ ചെയ്യുക. ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ച് പോയാലും മതി. ഞാനിവിടെ ഒരു ഡെസ്ക്ടോപ്പിൽ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നോട്ട്പാഡ് ++ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അടുത്തത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് സാമ്പാണ്. സാമ്പ് ഓൾറെഡി ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് പോകുന്നു. സാമ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ സാമ്പ് എൻ്റെ ചോയ്സാണ്. നിങ്ങൾക്ക് വാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമ്പോൾ C അല്ലാതെ വേറൊരു ഡ്രൈവ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ എറർ വരുന്നത് C ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് വേറൊരു പാത്ത്, നിങ്ങൾക്ക് വേറൊരു ഡ്രൈവോ അല്ലെങ്കിൽ പ്രോഗ്രാം ഫയൽസ് അല്ലാതെ വേറൊരു ഫോൾഡർ സെലക്ട് ചെയ്താലോ ഈ എറർ നിങ്ങളെ ബാധിക്കുന്നതല്ല. ഞാനിവിടെ നെക്സ്റ്റ് പോകുന്നു. ഞാൻ ഈ പറയുന്ന ചെക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് പോകുന്നു. ഞാൻ ഈ സാമ്പിൽ തന്നെയാണ്, Cക്കകത്ത് പ്രോഗ്രാം ഫയൽ അല്ലാതെ സാമ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അവിടെയാണ് ഞാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാംസ് ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ Cക്ക് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൾഡർ നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. അങ്ങനെ വേറെ ഏതെങ്കിലും ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DO EO ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ചൂസ് ചെയ്യുന്നത് C തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ DO EO വേറെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ Cക്കകത്ത് സാമ്പ് എന്ന് പറഞ്ഞൊരു ഫയല് ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെയാണ് നമ്മൾ ഈ സാമ്പിൻ്റെ ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതും പ്രോഗ്രാംസ് എഴുതുന്നതും. ഓക്കെ, ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുത്ത് ഈ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അല്പം സമയം എടുക്കുന്നുണ്ടാവും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം എഴുതി ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ.